Hi guys, welcome back to our channel Medicine Moms. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ICDയുടെ ഒരു ചാപ്റ്ററുമായിട്ടാണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ വിദ്യ ആക്ച്വലി പകുതി പോർഷൻ കവർ ചെയ്തു. ഇതിനകത്ത് സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ സർട്ടൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ്. അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത് A00 to B99 ആണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പം അതായത് ഫസ്റ്റ് വൺ HIV ഇൻഫെക്ഷൻസ്, സെക്കൻഡ് വൺ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആസ് ദ കോസ് ഓഫ് ഡിസീസ് ക്ലാസിഫൈഡ് ടു അതർ ചാപ്റ്റേഴ്സ്, തേർഡ് പോയിന്റ് ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ്, ദെൻ ഫോർത്ത് പോയിന്റ് സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് HIV ഇൻഫെക്ഷൻസും സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്കും എന്ന് പറയുന്നതാണ്. ഈ മറ്റു 2 പോയിന്റ്സ് ഞാൻ പറയും, ബട്ട് ഇറ്റ്സ് നോട്ട് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ അതിന്. പിന്നെ നമുക്ക് കോഡ് ചെയ്യുന്ന സമയത്ത് 1-2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിന് HIV ഇൻഫെക്ഷൻസ് വിദ്യ കവർ ചെയ്തായിരുന്നു. അപ്പം എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. മുന്നോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെന്ന് വരില്ല, നമുക്ക് മെയിൽ ചെയ്യുക millicentmoms08@gmail.com എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് നമുക്ക് മിലിസെന്റ് മോംസ്. അതിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കോഡിംഗ് വിത്ത് മിലിസെന്റ് മോംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കാരണം നമുക്ക് വാട്സാപ്പിൽ നമുക്കിപ്പം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം അതിൽ കൂടുതൽ ആൾക്കാരാകുമ്പോഴത്തേക്ക് ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കോഡിംഗ് വിത്ത് മിലിസെന്റ് മോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൽ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നത്, സെയിം സാധനം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം അത് മറന്നു പോകണ്ട, അതിനകത്തോട്ടായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ഫസ്റ്റ് വൺ HIV ഇൻഫെക്ഷൻസ്, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഈ ചാപ്റ്റർ ഇത് ഇപ്പൊ സെപ്സിസും കൂടെ കഴിയുമ്പോഴത്തേന് ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ നെക്സ്റ്റ് ഇതായിട്ട് നമ്മൾ ചാപ്റ്റർ 1-ലെ HIV സെപ്സിസും ഈ 4 പോയിന്റ്സും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ സെഷൻ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങളോട് അതിന്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നാൽ മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് HIV ഇൻഫെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും വിദ്യ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആസ് ദ കോസ് ഓഫ് ഡിസീസ് classified to other chapters. Okay, അതായത് infectious agent as the cause of disease classified to other chapters. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നത്, സീരീസ് A to B ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിനകത്തില് ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്, അതായത് നമ്മുടെ ഇതിനകത്ത് തന്നെ പറയുന്നത് സർട്ടൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരാസൈറ്റിക് ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പാരാസൈറ്റിക് ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഓർഗാനിസം ആണ് കോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് HIV അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് വരുന്നത്. അപ്പം പാരാസൈറ്റിക് ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസേറ്റീവ് ഓർഗാനിസം, എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാവുന്നത്, അതിന്റെ ഓർഗാനിസത്തെ കോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സെക്കൻഡ് ഇതിനകത്ത് വരുന്നത്. ഇൻഫെക്ഷ്യസ് ഏജന്റ് ആസ് ദ കോസ് ഓഫ് ഡിസീസ് ക്ലാസിഫൈഡ് ടു അതർ ചാപ്റ്റേഴ്സ്. അത് ഇപ്പൊ വേറെ ചാപ്റ്റേഴ്സ് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എടുക്കുവാണെങ്കിൽ അതിന്റെ കോഡ് വരുന്നത് N39.0 ആണ് വരുന്നത്. അതെ, N39.0. അപ്പൊ നിങ്ങൾ ആ N39.0 എന്ന് പറഞ്ഞ കോഡ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷണൽ നോട്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ICD കോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ കോഡും എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് നൊട്ടേഷൻസ് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ആ നൊട്ടേഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഇരിക്കുന്ന ആ ഒരു നൊട്ടേഷൻ്റെ അകത്തായിരിക്കും, നിങ്ങൾക്ക് കണ്ടമാനം ചിന്തിക്കേണ്ട ഒരു കാര്യമേ വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് 10 മിനിറ്റ് എടുത്ത ഉത്തരം സോൾവ് ചെയ്യും, ചിലപ്പോൾ ആ ഒരു നൊട്ടേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മൊത്തം അങ്ങ് തെറ്റുമായി പോകും. അത് കാരണം അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു നൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് വിട്ടു പോകരുത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് പോയിന്റിന്റെ സിനാരിയോ അനുസരിച്ചിട്ടാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പം N39.0 ICDയുടെ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. അപ്പൊ അതിന്റെ അടുത്ത് നിങ്ങൾക്ക് നൊട്ടേഷനകത്ത് അവർ ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
An instructional note under the code for UTI indicates to code also specific organism. അതായത് നമ്മൾ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസം കൂടെ നമ്മൾ കോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് UTI കോസ് ചെയ്തത് ബാക്ടീരിയ ആണോ, എന്ത് ഓർഗാനിസം ആണ് കോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ N39.0 എന്ന് പറയുന്നത് നമ്മൾ വേറെ ചാപ്റ്ററിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കോസറ്റീവ് ഓർഗാനിസത്തിനെ തപ്പണമെന്നുണ്ടെന്ന് വരില്ല, നമ്മൾ എവിടെ വരും, നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വന്ന് B സീരീസിൽ നിന്ന് വേണം നമുക്കൊരു കോഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ഇപ്പം സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, എൻറ്ററോകോക്കസ് പോലത്തെ ഒക്കെ ആണെങ്കിൽ B65 എന്ന് പറഞ്ഞ സീരീസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഐസിലിയുടെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ N39.0 എന്ന് പറഞ്ഞ കോഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് നൊട്ടേഷൻ്റെ അകത്ത് പറയും, കൈൻഡ്ലി ചെക്ക് ഫോർ ഏത് കോഡാണ്, നമ്മൾ ഏത് റേഞ്ചിലാണ് തപ്പണ്ടേന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവ് ഓർഗാനിസം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമുക്കൊരു സിനാരിയോ ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ പേഷ്യന്റ് ഇങ്ങനെ യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റം ആയിരിക്കും തരുന്നത്. ഇപ്പൊ ഡിസ്യൂറിയ ആയിട്ടായിരിക്കും വന്നെങ്കിൽ, അല്ലെങ്കിൽ പെയിൻഫുൾ മിക്സ്ചറേഷൻ ആയിട്ടായിരിക്കും വന്നത്. അപ്പൊ പേഷ്യന്റ് UTI ആയിട്ട് ഡയഗ്നോസ് ചെയ്തു എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ എന്നിട്ട് കൾച്ചർ ചെയ്തു റിപ്പോർട്ടിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ആണ് എന്താണെന്നുള്ളത് നമുക്ക് തരും. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ പോസിറ്റീവ് ഓർഗാനിസത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് എടുക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ പോയി N39.0 എടുത്തു, നൊട്ടേഷൻ അനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മുടെ പോസിറ്റീവ് ഓർഗാനിസത്തിനെ എവിടുന്നാണ് എടുക്കുന്നത്, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ സർട്ടൺ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരാസൈറ്റിക് ഡിസീസസ് എന്നാണ് നമ്മുടെ പോസിറ്റീവ് ഓർഗാനിസത്തിനെ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതാണ് ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫെക്ഷ്യസ് ഏജന്റ് ആസ് ദ കോസ് ഓഫ് ഡിസീസ് ക്ലാസിഫൈഡ് ടു അതർ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ്. ഓക്കെ, ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, ചെറിയൊരു ഇൻഫെക്ഷൻ അല്ല, മെഡിസിൻ എടുക്കേണ്ട കേസ് ഒരു ഇൻഫെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടേഴ്സ് ഒരു ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് തരും ഇല്ലേ. ഇപ്പൊ നമ്മൾ ഈ മേളിൽ പറഞ്ഞ എക്സാമ്പിളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു പേഷ്യന്റിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ എന്നാ പറയും, നമുക്കൊരു യൂറിൻ കൾച്ചർ ചെയ്യാമെന്ന് പറയും ഇല്ലേ. അപ്പൊ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിനകത്ത് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്, റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്. അപ്പം ഈ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് ഡോക്ടർ നമുക്ക് ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കോഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഏത് ആന്റിബയോട്ടിക്കിനാണ് നമ്മൾ റെസിസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി റിസൾട്ട് കിട്ടും. അതായത് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആന്റിബയോട്ടിക് എടുത്താലാണ് നമുക്ക് അസുഖം ഭേദമാവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം അതനുസരിച്ചിട്ടാണ് ഡോക്ടർ നമുക്ക് മരുന്ന് കുറിച്ച് തരുന്നത്. അപ്പൊ എന്നാ ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് ഏത് മെഡിസിൻ ആണോ, അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മളൊരു സ്പെഷ്യൽ കോഡ് നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അതിന്റെ കോഡ് വരുന്നത് Z16 ആണ് അതിന്റെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് അസൈൻ കോഡ് ഫ്രം കാറ്റഗറി Z16 resistant to antimicrobial drug following the infection code only if the infection code does not identify drug resistance. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ വായിക്കാം. Code from Z16 കേട്ടോ, resistant to antimicrobial drug following the infection code only if the infection code does not identify drug resistance. അതായത് നമ്മൾ പറയുന്ന കോഡിനകത്ത് ഇനീഷ്യലി നമ്മൾ പറയുന്ന കോഡിന്റെ അകത്തിൽ തന്നെ, അതായത് ഇപ്പം നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ കൂട്ടത്തിൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസോ സ്റ്റെഫൈലോകോക്കസോ കോഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ B സീരീസിൽ നമ്മൾ കോഡ് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ കോഡിനകത്ത് തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് റെസിസ്റ്റന്റ് ടു സ്റ്റെഫൈലോകോക്കസ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ടു എൻട്രോകോക്കസ് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റന്റ് ടു ഏത് മെഡിസിൻ ആണോ അത് പറയുവാണെങ്കിൽ
നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആന്റിമൈക്രോബിയലോ ആന്റി ഫംഗലോ റെസിസ്റ്റന്റ് നമ്മൾ കോഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ Z16 സീരീസിൽ നമ്മൾ കോഡ്സ് നിർബന്ധമായിട്ടും അസൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഈ കാറ്റഗറി ഒരു കോഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ ഈ 2 പോയിന്റും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് ഓഫ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ്. കോഡിംഗ് ഓഫ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സെപ്സിസ് എന്നുള്ളത്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കോഡിങ് മുൻപോട്ട് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എല്ലാം ഇതിന്റെ ബേസ് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒരുപോലെ തോന്നും. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, റിലേറ്റഡ്, നോട്ട് റിലേറ്റഡ്, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാരണം നിങ്ങൾ പ്രത്യേകം സെപ്സിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെപ്സിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പൊട്ടൻഷ്യലി എ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ. പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമുക്കത് ലൈഫ് ത്രെട്ടനിങ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതല്ല, അത് ഓൺ ടൈം നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സും പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സും ഒക്കെ കൊടുത്ത് നമ്മൾ ആ ആളെ നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ക്യൂർ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എന്താ സെപ്സിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ്, ഒരു ഫംഗസ്, ഒരു ബാക്ടീരിയ എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പം യൂഷ്വലി എങ്ങനെയാ നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ്, ബാക്ടീരിയ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കയറുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ ആയിട്ടുള്ള സോൾജേഴ്സ് WBC ഫൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ആന്റിബോഡി ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. വൺസ് നമുക്ക് എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയയുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിന് നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് സെപ്സിസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ്, ഹൗ ഡു യു ഗെറ്റ് സെപ്സിസ്, എങ്ങനെയാണ് നമുക്ക് സെപ്സിസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ആൻ ഇൻഫെക്ഷൻ യു ഓൾറെഡി ഹാവ്, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് കുറേ നാളായിട്ട് നമുക്ക് പനിയുണ്ട്, ഒരു ലാസ്റ്റ് 1 month ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് പനിയുണ്ട്, ചുമയുണ്ട്, നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ട് ഇതങ്ങ് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ചെറിയ പനിയും ജലദോഷം എന്നുള്ളത് നമ്മുടെ ഇഗ്നറൻസ് കാരണം ഇതങ്ങ് വേറെ അസുഖങ്ങളായിട്ട് ഇത് മാറും. അപ്പൊ ഇതൊരു പർട്ടിക്കുലർ ഓർഗനെ തന്നെ ഇതങ്ങ് അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പനി പോലത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ തന്നെ ഇത് അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ കാരണമാണ് നമുക്കിങ്ങനെ ഓർഗൻസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇതിനെ അഫക്റ്റ് ആവുന്നത്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് സെപ്സിസിന്റെ സിംറ്റംസ്, എന്തൊക്കെയാണ് നമുക്ക് സെപ്സിസ് ഉള്ള ഒരാളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടിപ്പിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ആൻഡ് ചിൽസ്, നല്ല പനി ഉണ്ടാവും, നല്ല കിടുകിടുപ്പ്, അതായത് നല്ല കുളിര് പോലെ നമുക്ക് തോന്നും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലോ ബോഡി ടെമ്പറേച്ചർ, അതായത് യൂഷ്വലി നമുക്ക് എങ്ങനെയാണ് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആണ് വരുന്നത്. ഒന്നുകിൽ ഹൈ ടെമ്പറേച്ചർ ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചർ, നമുക്ക് കൈയും കാലെല്ലാം ഭയങ്കരമായിട്ട് തണുത്തിട്ട് വല്ലാത്ത, നമുക്ക് പനി ടെമ്പറേച്ചറോടെ വരുന്നത് ടെമ്പറേച്ചർ ഇല്ലാതെ വരുന്നത്, 2 രീതിയിൽ വരുമല്ലോ നമുക്ക് പനി. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കുറയണം. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യില്ലാന്ന് തന്നെ നമുക്ക് കാരണം നമ്മൾ ഫ്ലൂയിഡ് ഒന്നും കുടിക്കുന്നില്ല, നമ്മൾ വെള്ളം കുടിച്ചാലേ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നത്തില്ല, അപ്പൊ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോസിയ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ട്. നോസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു പോലെ ഒരു തോന്നൽ. ഓക്കെ, അപ്പം പിന്നെ വോമിറ്റിംഗ് ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ചിലർക്ക് വോമിറ്റിംഗും കൂട്ടത്തിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നത് ഡയേറിയ, അതായത് ലൂസ് മോഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്ന ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ്, അതായത് ഭയങ്കര തളർച്ച, ശരീരത്തിന് ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയും തോന്നുന്ന ഒരു അവസ്ഥ. പിന്നെ വരുന്നത് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കരിനീലപ്പ് പോലെ തോന്നുക, അങ്ങനെ വരുന്ന എന്തെങ്കിലും, അതായത് നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും നിറവ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പനി ഉണ്ടോ എന്ന് നോക്കുക, അതായത് ഒന്നിൽ പനി ഉണ്ടാവാം, പനിയുടെ കൂടെ നല്ല വിറയല് പോലെ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷേ നമുക്കത് കണ്ടാൽ തന്നെ സെപ്സിസിന്റെ സിംറ്റം ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ നോഷ്യ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, പിന്നെ ഡയറിയ ഉണ്ടാവും, പിന്നെ എന്താണ് ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ്. പിന്നെ അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്ന കേസസ്. അപ്പൊ ഇതാണ് ടിപ്പിക്കൽ സെപ്സിസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്സിസിന്റെ സ്റ്റേജസ്. ഇതിന് ആക്ച്വലി 3 സ്റ്റേജസ് ആണ് വരുന്നത്. സെപ്സിസ്, സിവിയർ സെപ്സിസ്, പിന്നെ വരുന്നതാണ് സെപ്റ്റിക് ഷോക്ക്. ഓക്കെ, പിന്നെ അത് സെപ്സിസ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ബാക്ടീരിയോ, വൈറസോ, ഫംഗസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോഡിയുടെ ഒരു റെസ്പോൺസ് ആണ് ഈ നമുക്ക് സെപ്സിസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് സെപ്സിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതാണ് SIRS എന്ന് പറയുന്നത്, സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം എന്ന് പറയും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിവിയർ സെപ്സിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ occurs when one or more of your body organs is damaged. Due to this inflammatory response, an organ can be affected. അതായത് നമ്മുടെ ഏതെങ്കിലും ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതായത് നമ്മുടെ SIRS, സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം, ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ബോഡി ഇതുമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഇത് അഫക്റ്റ് ആവും. ഓക്കെ, അപ്പം ഈ ഒരു ഓർഗനെയോ സിസ്റ്റത്തിനെയോ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സിവിയർ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫെക്ഷൻ ആയി നമ്മൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് സിവിയർ സെപ്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ സിവിയർ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്ന ഡെഫിനിഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ BP കണ്ടമാനം ലോ ആവും. കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് കുറവാണ്, വോമിറ്റിംഗ് ഉണ്ട്, നോഷ്യ ഉണ്ട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ പേഷ്യന്റ് ഹൈപ്പോടെൻസീവ് ആവും. ഹൈപ്പോടെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BP കുറയും. ഹൈപ്പോ മീൻസ് ലോ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഹൈപ്പോടെൻസീവ് ആയിട്ട് പേഷ്യന്റിന്റെ BP ലോ ആയി കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് ഓട്ടോമാറ്റിക്കലി സർക്കുലേറ്ററി ഫെയിലിയറിലേക്ക് പോകും. ഓക്കെ, അതായത് സർക്കുലേറ്ററി ഓവർലോഡ് ആയിട്ട് പേഷ്യന്റ് സർക്കുലേറ്ററി ഫെയിലിയറിലേക്ക് പോകും. ഇതാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അതായിരിക്കും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം സെപ്സിസ്, സിവിയർ സെപ്സിസ്, സെപ്റ്റിക് ഷോക്ക്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ. ഓക്കെ, അപ്പം ഇനി നമ്മൾ കോഡിങ്ങിന്റെ ഗൈഡ് ലൈൻസ് പറയാം. സെപ്സിസിന്റെ കോഡിങ്ങിന്റെ ഗൈഡ് ലൈൻസ്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് കോഡിങ് ഓഫ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് വരുന്നത്. അതിനകത്തില് പോയിന്റ് A എന്ന് പറയുന്നത് സെപ്സിസ് എങ്ങനെ കോഡ് ചെയ്യാം, പോയിന്റ് B എന്ന് പറയുന്നത് സിവിയർ സെപ്സിസ് എങ്ങനെ കോഡ് ചെയ്യാം. അപ്പൊ സെപ്സിസിന്റെ കാറ്റഗറി കോഡ്, അപ്പം എല്ലാ ഇതിനും നമ്മൾ കാറ്റഗറി കോഡ് പറയുന്നുണ്ട്. കാറ്റഗറി കോഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സെപ്സിസിന്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് A41.9 ആണ് സെപ്സിസിന്റെ കാറ്റഗറി കോഡ് വരുന്നത്. അത് ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ് ആണ് നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ആൻഡ് സെപ്സിസ്, യൂറോസെപ്സിസ്, സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ, acute organ dysfunction which is not clearly associated with sepsis. Okay, ഈ 4 പോയിന്റ് ആണ് നമുക്ക് സെപ്സിസിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ആൻഡ് സെപ്സിസ്. അപ്പം ഞാൻ ഇനീഷ്യലി തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ കൾച്ചർ ചെയ്യും. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള കേസസിൽ മാത്രമേ നമ്മൾ എന്തായിട്ട് സെപ്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് റിപ്പോർട്ട്. അതായത് കൾച്ചർ നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകൺക്ലൂസീവ് ആയിട്ടോ നമുക്കത് ക്ലിയർ ആയിട്ട് പോസിറ്റീവ് ആണോ, കൾച്ചർ പോസിറ്റീവ് ആണോ, കൾച്ചർ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും? ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിഷ്യനെ ക്വയർ ചെയ്യണം. അതായത് ആരാണോ ട്രീറ്റിംഗ് ഡോക്ടർ ആരാണോ അവരോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് നമ്മൾ ഇതിനെ സെപ്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡോക്ടേഴ്സിനോട് നമ്മൾ ക്വയർ ചെയ്യണം. അപ്പൊ ക്വയറി ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് റിപ്ലൈ ചെയ്യും ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് സിംറ്റംസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് കൺസിഡർ ചെയ്യണം. യെസ് ഓർ നോ എന്നുള്ള ആൻസർ നമുക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ
ആസ് പെർ അവർ ഗൈഡ് ലൈൻ നമുക്ക് നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വി നീഡ് ടു ക്വയറി അവർ ഫിസിഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടർ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് യൂറോസെപ്സിസ്. യൂറോസെപ്സിസ് എന്ന് പറയുന്നത് ആ ഒരു ടേം നിങ്ങൾ ഇപ്പൊ ഐസിയുടെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ യൂറോസെപ്സിസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് നിങ്ങൾ തപ്പാനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ബുക്കിനകത്ത് കിട്ടത്തില്ല. ബിക്കോസ് അതെന്ന് പറഞ്ഞൊരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ യൂറോ എന്ന് വെച്ചാൽ നിങ്ങൾ അത് യൂറിനറി അങ്ങനെയൊന്നും അത് ബന്ധപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അതിന് അങ്ങനെ ഒരു മീനിങ് ഇല്ല. അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ക്വയറി ചെയ്യണം വാട്ട് ടു ബി ഡൺ. ഏത് ടൈപ്പ് ഓഫ് സെപ്സിസ് ആണ് അല്ലെങ്കിൽ ഏത് ഓർഗനെയാണ് പേഷ്യന്റിനെ അഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടറുമായിട്ട് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഇപ്പം ഐസിഡിയുടെ എക്സാമിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. യൂറോസെപ്സിസ് കോഡ് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആയിട്ട് യൂറോസെപ്സിസ് ആണെന്ന് വന്നേക്കുന്നത് കൈൻഡ്ലി അസൈൻ ദ കോഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്കൊരു ഓപ്ഷൻ കാണും ക്വയറി ഓഫ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ. സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ സെപ്സിസിന്റെ ഗൈഡ് ലൈൻ ആണ് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിന് സെപ്സിസ് ഉണ്ട്, സെപ്സിസ് കാരണമാണ് പേഷ്യന്റിന് ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്നതെങ്കിൽ നമ്മൾ അത് സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി വെച്ചിട്ട് വേണം നമ്മളത് കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം സിവിയർ സെപ്സിസിന്റെ കാറ്റഗറിയിൽ നമ്മൾ എങ്ങനെയാണ് അത് കോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് 2 കോഡ്സ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർലൈങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. എന്താണോ പേഷ്യന്റ് വന്ന കാരണം അത് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യും. സെക്കൻഡറി ആയിട്ട് സിവിയർ സെപ്സിസ്. സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് R65.2 ആണ് വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഓർഗൻ ഡിസ്ഫങ്ഷൻ ഏതാണോ അത് നമ്മൾ കോഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് കൺഫേം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ. ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടായത് സെപ്സിസ് കാരണമാണോ അല്ലയോ എന്നുള്ളത് വേണം നമ്മൾ ആ സിനാരിയോ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ വിച്ച് ഈസ് നോട്ട് ക്ലിയർലി അസോസിയേറ്റഡ് വിത്ത് സെപ്സിസ്. ഓക്കെ, ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ വിച്ച് ഈസ് നോട്ട് ക്ലിയർലി അസോസിയേറ്റഡ് വിത്ത് സെപ്സിസ്. സെപ്സിസ് കാരണം അല്ലാതെ പേഷ്യന്റിന് ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉള്ള കേസസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പേഷ്യന്റ് ഒരു നോൺ കേസ് ഓഫ് COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം പേഷ്യന്റിന് ഈ ഒരു കാരണം കൊണ്ടാണ് പേഷ്യന്റിന് ഫെയിലിയർ ഉണ്ടായത്. അതായത് ഓൾറെഡി നോൺ കേസ് ആണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉണ്ട്, അത് കാരണം റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഡ്യൂ ടു സെപ്സിസ് ആണ് ഓർഗൻ ഫെയിലിയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ an acute organ dysfunction must be associated with sepsis in order to assign sepsis code. If the documentation is not clear as whether an acute organ dysfunction is related to sepsis, ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ നമ്മുടെ ഫിസിഷ്യനോട് ക്വയറി റേസ് ചെയ്യണം എന്താണ് ഈ ഓർഗൻ ഡിസ്ഫങ്ഷന്റെ റീസൺ എന്നുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ആ സിനാരിയോ അനലൈസ് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടറിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് ക്വസ്റ്റ്യൻ ചെയ്യണം ഇൻ ദ സെൻസ് നമ്മൾ അവരോട് ക്ലാരിറ്റി ചോദിക്കണം. വൈ ദിസ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്നത്, വെദർ ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു സെപ്സിസ് ഓർ നോട്ട് റിലേറ്റഡ് ടു സെപ്സിസ്. ഈ കാര്യം നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് സെപ്സിസിന്റെ അണ്ടറിൽ വരുന്ന 4 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് റിപ്പോർട്ട്. നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് റിപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഫിസിഷ്യനെ നമ്മൾ ക്വയറി ചെയ്യണം. യൂറോസെപ്സിസ് എന്ന് പറയുന്നത് ആസ് ഇറ്റ് ഇസ് an undefined term, നമുക്ക് അങ്ങനെ ഒരു കോഡ് ഇല്ല. വി നീഡ് ടു ക്വയറി ദ ഫിസിഷ്യൻ that which type of sepsis the patient is having. The next one എന്ന് പറഞ്ഞാൽ സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ. ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉള്ള കേസ് ആണെങ്കിൽ നമ്മൾ സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് അണ്ടർലൈൻ ഡിസീസ് കണ്ടീഷൻ കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി നമ്മൾ കോഡ് ചെയ്യും. നെക്സ്റ്റ് വൺ നോട്ട് റിലേറ്റഡ് ടു
സെപ്സിസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫിസിഷ്യനെ നമ്മൾ ക്വയറി ചെയ്യും. ഓക്കെ, ഇതാണ് സെപ്സിസിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സിവിയർ സെപ്സിസ്. സിവിയർ സെപ്സിസിന്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് R65.2 ആണ് അതിന്റെ കാറ്റഗറി കോഡായിട്ട് വരുന്നത്. ഈ സെയിം ഗൈഡ് ലൈൻ ആണ് നമ്മളുടെ ഇവിടെ തേർഡ് പോയിന്റിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതായത് സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷനിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നമ്മളുടെ ഈ സിവിയർ സെപ്സിസിന്റെ സെയിം ഗൈഡ് ലൈൻ ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അപ്പം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിയർ സെപ്സിസ് കോഡ് ചെയ്യുമ്പോൾ എപ്പോഴും 2 കോഡ് മസ്റ്റ് ആയിട്ടും വേണം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർലൈൻ കണ്ടീഷൻ എന്താണെന്നുള്ളത്, അതായത് എന്ത് കാരണം കൊണ്ടാണ് പേഷ്യന്റ് വരുന്നത്, അണ്ടർലൈൻ കണ്ടീഷൻ സെപ്സിസിന്റെ റീസൺ എന്താണെന്നുള്ളതും ഫോളോഡ് ബൈ സിവിയർ സെപ്സിസിന്റെ കോഡ്, അതായത് R65.2 നമ്മൾ കോഡ് ചെയ്യും. ഇൻ അഡീഷൻ അതിന്റെ കൂട്ടത്തില് പേഷ്യന്റിന് ഈ സെപ്സിസ് കാരണം എന്തെങ്കിലും ഓർഗൻ ഫെയിലിയർ ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ പോലെ J96.00 സീരീസ് എന്നൊക്കെ എന്തെങ്കിലും കോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫോളോയിങ് ടു ദിസ് R65.2 ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് എന്താണ് സിവിയർ സെപ്സിസിന്റെ ഗൈഡ് ലൈൻ ആയിട്ട് വരുന്നത്. മാൻഡേറ്ററി ആയിട്ട് 2 കോഡ്സ് വരും. പ്രൈമറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ അണ്ടർലൈൻ കണ്ടീഷൻ, സെക്കൻഡറി കോഡ് എന്ന് പറയുന്നത് R65.2 ആയിരിക്കും. If there is an acute organ failure, നമ്മൾ തേർഡ് കോഡ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെപ്സിസ് എന്താന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് സെപ്റ്റിക് ഷോക്ക് എന്താണെന്നാണ് പറയുന്നത്. അപ്പം സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നത്തിങ് ബട്ട് സർക്കുലേറ്ററി ഫെയിലിയർ. സർക്കുലേറ്ററി ഫെയിലിയർ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെപ്റ്റിക് ഷോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് എ ടൈപ്പ് ഓഫ് അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്തായാലും ഉണ്ടാവും സെപ്റ്റിക് ഷോക്കിന്റെ ടൈമിൽ. ഓക്കെ, അപ്പം ഇത് നമ്മൾ എങ്ങനെയാ കോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി കോഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ആയിരിക്കും. എന്താണോ നമ്മളുടെ സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ അതായിരിക്കും നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഫോളോഡ് ബൈ സിവിയർ സെപ്സിസ്. സിവിയർ സെപ്സിസിന്റെ കോഡ് എന്താണ് വരുന്നത്, R65.21. ഓക്കെ, R65.2 എന്നല്ല സിവിയർ സെപ്സിസ് പറഞ്ഞു. അപ്പം R65.2 ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താണോ റെസ്പിറേറ്ററി ഫെയിലിയർ ആണെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, ഓർഗൻ ഫെയിലിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഓർഗൻ നമ്മൾ അസൈൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സെപ്റ്റിക് ഷോക്കിന് നമ്മൾ അസൈൻ ചെയ്യേണ്ട രീതി. അതായത് നമ്മുടെ അണ്ടർലൈൻ കണ്ടീഷൻ ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്യണം, ദെൻ സിവിയർ സെപ്സിസ്, ദെൻ ഓർഗൻ ഫെയിലിയർ ഏതാണോ അത് നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പം സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സർക്കുലേറ്ററി ഫെയിലിയർ. ഓക്കെ, അതാണ് സെപ്റ്റിക് ഷോക്കിൽ വരുന്നത്. ദെൻ വരുന്നത് സീക്വൻസിങ് ഓഫ് സിവിയർ സെപ്സിസ്. സിവിയർ സെപ്സിസ് എങ്ങനെയാണ് സീക്വൻസിങ് ചെയ്യുന്നത്? ഓക്കെ, ഇത് നമ്മൾ 2 രീതിയിലാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറയണമെങ്കിൽ 2 രീതിയാണ് വരുന്നത്. പ്രസന്റ് ഓൺ അഡ്മിഷനും ഡെവലപ്ഡ് ഡ്യൂറിംഗ് എൻകൗണ്ടർ. ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് പ്രസന്റ് ഓൺ അഡ്മിഷൻ, POA. പ്രസന്റ് ഓൺ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഈ നമ്മൾ IP കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ POA പ്രസന്റ് ഓൺ അഡ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് രോഗി അഡ്മിറ്റ് ആവാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ രോഗം ഉണ്ടായിരുന്നോ ഇല്ലയോ. ഓക്കെ, അതാണ് പ്രസന്റ് ഓൺ അഡ്മിഷൻ. അപ്പൊ പ്രസന്റ് ഓൺ അഡ്മിഷൻ ആണെന്നുണ്ടെന്നില്ല, ഇപ്പം ഒരു രോഗി ചെല്ലുന്ന സമയത്ത് സെപ്സിസ് ആയിട്ടാണ് അഡ്മിറ്റ് ആവാനായിട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ വരുന്ന കേസസിൽ അണ്ടർലൈൻ സിസ്റ്റമിക് ഇൻഫെക്ഷൻ തന്നെ അല്ലെങ്കിൽ അണ്ടർലൈൻ കണ്ടീഷൻ എന്താണോ അത് നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും. നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ PDX എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർലൈൻ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഫോളോഡ് ബൈ സിവിയർ സെപ്സിസ്. R65.2 സീരീസിൽ വരും. 21 20 ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പം പ്രസന്റ് ഓൺ അഡ്മിഷൻ ആണെങ്കിൽ എന്താണോ പേഷ്യന്റ് വന്ന ഇൻഫെക്ഷൻ ആ സെപ്സിസ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ കണ്ടീഷൻ പ്രൈമറി ഡയഗ്നോസിസ് ഫോളോഡ് ബൈ സിവിയർ സെപ്സിസ് R65.2. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. അതാണ് പ്രസന്റ് ഓൺ അഡ്മിഷൻ. ഡെവലപ്ഡ് ഡ്യൂറിംഗ് എൻകൗണ്ടർ. ഡെവലപ്ഡ് ഡ്യൂറിംഗ് എൻകൗണ്ടർ ആണെങ്കിൽ ഡെവലപ്ഡ് ഡ്യൂറിംഗ് എൻകൗണ്ടർ എന്ന് വെച്ചാൽ പേഷ്യന്റ് വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കിപ്പം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് പേഷ്യന്റ് ഇപ്പം എന്തെങ്കിലും ഒരു സെല്ലുലൈറ്റിസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ട് പേഷ്യന്റ് വരുവാണെങ്കിൽ
അതായത് റീസൺ ഫോർ എൻകൗണ്ടർ, പേഷ്യന്റ് എന്ത് കാര്യത്തിനാണോ അഡ്മിറ്റ് ആയതിനു ശേഷം ആ പർട്ടിക്കുലർ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് പേഷ്യന്റിന് സെപ്സിസ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അതാണ് ഡെവലപ്ഡ് ഡ്യൂറിങ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത് അണ്ടർലൈങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ when severe sepsis developed during encounter it was not present on admission. Okay, ഇങ്ങനെ വരുന്ന കേസസിൽ ദ അണ്ടർലൈങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ കോഡ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് സബ് കാറ്റഗറി ആയിരിക്കണം നമ്മൾ സെക്കൻഡറി ആയിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, റീസൺ ഫോർ എൻകൗണ്ടർ കോഡ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം അണ്ടർലൈൻ കണ്ടീഷൻ നമ്മൾ സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്തു, ഫോളോഡ് ബൈ നമ്മളുടെ സിവിയർ സെപ്സിസ് R65.2 നമ്മൾ കോഡ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും കോഡ് ചെയ്യുന്നത്, എന്താണോ പേഷ്യന്റിന്റെ റീസൺ ഫോർ എൻകൗണ്ടർ, ഫോളോഡ് ബൈ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ആൻഡ് സിവിയർ സെപ്സിസ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് ഓൺ അഡ്മിഷൻ വരുമ്പോഴത്തേനും പേഷ്യന്റ് വന്നപ്പോൾ തന്നെ സെപ്സിസ്, പ്രൈമറി ഡയഗ്നോസിസ് അണ്ടർലൈൻ സിസ്റ്റമിക് ഇൻഫെക്ഷൻ. ഡെവലപ്ഡ് ഡ്യൂറിങ് എൻകൗണ്ടർ വരുമ്പോൾ പേഷ്യന്റ് എന്തിനാണോ വന്നത് അത് പ്രൈമറി കൊടുത്തിട്ട് ഫോളോഡ് ബൈ സെപ്സിസ്, അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ആണ് സെപ്സിസ് ഉണ്ടായതെങ്കിൽ ഫോളോഡ് ബൈ സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ്. ഓക്കെ, ഇതാണ് ഈ പോയിന്റിൽ വരുന്നത്, സീക്വൻസിങ് ഓഫ് സിവിയർ സെപ്സിസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് വിത്ത് ലോക്കൽ ഇൻഫെക്ഷൻ. ഇതും സംവാട്ട് സിമിലർ ആണ്. ഈ പ്രസന്റ് ഓൺ അഡ്മിഷൻ, ഡെവലപ്പ് ഡ്യൂറിങ് എൻകൗണ്ടർ, ഇതിന്റെ ഒരു സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലോക്കൽ ഇൻഫെക്ഷൻ ഇത് വരുമ്പോഴത്തേക്കും ഇഫ് റീസൺ ഫോർ അഡ്മിഷൻ if both sepsis and severe sepsis and localized infection such as pneumonia or cellulitis for underlying systemic infection should be coded first. For localized infection should be assigned as the secondary diagnosis. Okay, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിൽ, അതായത് ഇപ്പോൾ ഒരു ന്യൂമോണിയോ സെല്ലുലൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കേസ് ആണെന്ന് വെച്ചു. അപ്പം ഇതിനകത്ത് പേഷ്യന്റ് വരുന്നത് തന്നെ സെപ്സിസ് ആയിട്ടാണ്. ഓക്കെ, അതായത് നമ്മളുടെ റീസൺ ഫോർ എൻകൗണ്ടർ തന്നെ സെപ്സിസ് ആയിട്ടാണ് പേഷ്യന്റ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം സെപ്സിസ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ, ലോക്കൽ ഇൻഫെക്ഷൻ എന്താണോ, ന്യൂമോണിയ ആണെങ്കിൽ ന്യൂമോണിയ, സെല്ലുലൈറ്റിസ് ആണെങ്കിൽ സെല്ലുലൈറ്റിസ്, അത് കഴിഞ്ഞതിന് ശേഷം സിവിയർ സെപ്സിസ് നമ്മൾ കോഡ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് സിനാരിയോ വരുന്നത്. സെക്കൻഡ് സിനാരിയോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലോക്കൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നത്, ഡസൻ ഡെവലപ്ഡ് അൺടിൽ ആഫ്റ്റർ അഡ്മിഷൻ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കോഡ് ചെയ്യുന്നത്, ദെൻ ഫസ്റ്റ് അസൈൻ കോഡ് ഷുഡ് ബി സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ്. ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇഫ് ദ പേഷ്യന്റ് ഇസ് അഡ്മിറ്റഡ് വിത്ത് ലോക്കൽ ഇൻഫെക്ഷൻ സച്ച് ആസ് ന്യൂമോണിയ ആൻഡ് സിവിയർ സെപ്സിസ് ഡസൻ ഡെവലപ്പ് അൺടിൽ ആഫ്റ്റർ അഡ്മിഷൻ, അതായത് പേഷ്യന്റ് വന്നിരിക്കുന്നത് ലോക്കൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പേഷ്യന്റ് അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ടും സെപ്സിസോ സിവിയർ സെപ്സിസോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസസിൽ ദ ലോക്കൽ ഇൻഫെക്ഷൻ ഷുഡ് ബി അസൈൻഡ് ഫസ്റ്റ്. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ന്യൂമോണിയ എങ്കിൽ ന്യൂമോണിയ, സെല്ലുലൈറ്റിസ് എങ്കിൽ സെല്ലുലൈറ്റിസ്, അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ അസൈൻ ചെയ്യണം, followed by the appropriate code for the sepsis and severe sepsis. Okay, അപ്പോൾ നമ്മളുടെ രണ്ട് സിനാരിയോ ആണ് പറഞ്ഞത്. ഫസ്റ്റ്, പേഷ്യന്റിന് ലോക്കൽ ഇൻഫെക്ഷൻ ഉണ്ട്, ബട്ട് പേഷ്യന്റ് വരുന്നത് തന്നെ സെപ്സിസ് ആയിട്ട്, ലോക്കൽ ഇൻഫെക്ഷന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സെപ്സിസ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ കോസ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്തിട്ട് ലോക്കൽ ഇൻഫെക്ഷൻ കോഡ് ചെയ്തു, സിവിയർ സെപ്സിസ് കോഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ലോക്കൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമുക്ക് വരുന്നത്, ബട്ട് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ ഒന്നും പേഷ്യന്റിന് നമുക്ക് ഈ സെപ്സിസ് സിവിയർ സെപ്സിസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ ലോക്കൽ ഇൻഫെക്ഷൻ പ്രൈമറി ആയിട്ടും ഫോളോഡ് ബൈ സിവിയർ സെപ്സിസും ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് വിത്ത് ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കേസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ. പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ ഇതിന്റെ അണ്ടറിൽ 3 പോയിന്റ്സ് ആണ് വരുന്നത്. ഡോക്യുമെന്റേഷൻ ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ്, സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ, പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊസീജറൽ സെപ്റ്റിക് ഷോക്ക്. ഇതിനകത്ത് 3 പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് ഡോക്യുമെന്റേഷൻ ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താണ്, സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ.
പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു അപ്പൻഡിസൈറ്റിസ് ആണ് എടുക്കുന്നതെങ്കിൽ അപ്പൻഡെക്ടമി പ്രൊസീജിയർ ആണെങ്കിൽ അപ്പൻഡെക്ടമിക്ക് ശേഷം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് ഡോക്യുമെന്റേഷൻ ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഡോക്ടേഴ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർ ഡോക്യുമെന്റ് ചെയ്യുന്നത് പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക് ആയിട്ടാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കോഡ് സീരീസ് വരുന്നത് T81.4 ആയിരിക്കും അതിന്റെ കോഡ് സീരീസ് വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, വെദർ ഇറ്റ് ഈസ് എ പോസ്റ്റ് പ്രൊസീജിയറൽ ഷോക്ക് ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ. പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പലതരത്തിലാവാം. ഒന്നിൽ ഒരു സർജറിക്ക് ശേഷമാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു IV തെറാപ്പീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, തലാസീമിയ പോലെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പം അതിന് ശേഷമുള്ള ഇൻഫെക്ഷനും ആവാം. അപ്പൊ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ വരുമ്പം T80.2 ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കോഡായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷന്റെ കേസസിൽ വരുന്നത്. അതല്ല ഒരു ഒബ്സ്ട്രക്റ്റിക് വൂണ്ട്. ഒബ്സ്ട്രക്റ്റിക് വൂണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലോവർ സിസേറിയൻ സെഷൻ കഴിഞ്ഞ, അതായത് ഒരു ഡെലിവറി സിസേറിയൻ സെഷൻ കഴിഞ്ഞ ഒരാളാണെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒബ്സ്ട്രക്റ്റിക് വൂണ്ട് ഇൻഫെക്ഷൻ, ഓപ്പറേഷൻ ചെയ്ത സൈറ്റിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ O കോഡ് വെച്ചിട്ടായിരിക്കും എല്ലാ പ്രഗ്നൻസി റിലേറ്റഡ് കോഡ്സും നമ്മൾ O കോഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പം ഒബ്സ്ട്രക്റ്റിക് വൂണ്ട് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ O86 വെച്ചിട്ടായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഓർത്ത് വെക്കാം. പോസ്റ്റ് പ്രൊസീജിയറിലാണെങ്കിൽ നമ്മൾ T80.4 വെച്ചിട്ടും ഒബ്സ്ട്രക്റ്റിക് വൂണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ O86.0 വെച്ചിട്ടുമായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. അതായിരിക്കണം ഫസ്റ്റ് കോഡ് ചെയ്യുന്നത്, ഫോളോഡ് ബൈ സ്പെസിഫിക് ഇൻഫെക്ഷൻ. എന്ത് ഇൻഫെക്ഷൻ ആണ്, സെപ്സിസ്, സിവിയർ സെപ്സിസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോളോഡ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക്. പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക്. ഇതിനകത്ത് വരുന്നത് പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് as occurs has resulted in severe sepsis, the code for the precipitating complications such as T81.4 infection for, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന വരിയിൽ നമ്മൾ അതിനെ പോസ്റ്റ്, ഇവരിപ്പോ ഇതിനകത്ത് പല പല ഇത് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ആക്ച്വലി ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പം ഈ സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷനും പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നതും സെയിം ആണ്. ഒന്നിനകത്ത് സിവിയർ സെപ്സിസ് വരെ വരുന്നു, ഒന്നിനകത്ത് സെപ്റ്റിക് ഷോക്കും കൂടെ ഇൻക്ലൂഡഡ് ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെപ്സിസ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് അസോസിയേറ്റഡ് വിത്ത് നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ്. അതായത് ഇൻഫെക്ഷൻ റിലേറ്റഡ് അല്ലാതെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ന്യൂമോണിയ കാരണം അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് കാരണം അങ്ങനെ ഓരോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന സെപ്സിസിനെ കുറിച്ച്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പേഷ്യന്റ് എന്തെങ്കിലും ഒരു ട്രോമ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ആയിട്ട് ഒരു വൂണ്ട് ഒക്കെ ആയിട്ട് വന്നിട്ട് ആ വൂണ്ട് ഇൻഫെക്ഷൻ ആവുന്ന കേസസിൽ വരുന്ന സെപ്സിസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ അസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T22.391 എന്ന് പറയുന്നത് ബേൺസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം T സീരീസ് കോഡ്സ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനീഷ്യലി അസൈൻ ചെയ്യുന്നത്. അപ്പം ഒരു നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് ആണ് SIRS, അതായത് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം. അത് നമ്മുടെ ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നെറ്റി എവിടെയെങ്കിലും മുട്ടിയെന്ന് വെച്ചു, പെട്ടെന്ന് തന്നെ നമ്മുടെ നെറ്റി മുഴക്കത്തില്ല, അതൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്.
അല്ലെങ്കിൽ ഒന്ന് ചുമന്ന് അങ്ങ് തടിക്കുന്ന ഒരു രീതി, അതെന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻഫെക്ഷനിലല്ല, നോൺ ഇൻഫെക്ഷ്യസ് പ്രൊസീജിയേഴ്സിലാണ് കേസസിലാണ് എപ്പോഴും ഈ SIRS ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇത്രയും മാത്രം ഓർത്തിരിക്കുക, സെപ്സിസ് ആൻഡ് അസോസിയേറ്റഡ് സെപ്സിസ് വരുന്ന കേസസിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് T സീരീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രൈമറി കോഡ് എന്ന് പറഞ്ഞാൽ T സീരീസ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഡ് ചെയ്യുന്നത് സെപ്സിസ്, സിവിയർ സെപ്സിസ്. ഓക്കെ, അപ്പം റീസൺ ഫോർ എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ T സീരീസ് വെച്ചിട്ടും പിന്നെ സെപ്സിസ് കോഡ് ചെയ്യും A41.9 എന്ന് വെച്ച് നമ്മൾ സിവിയർ സെപ്സിസ് R65.2 കോഡ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് കോംപ്ലിക്കേറ്റിംഗ് അബോർഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ പ്രഗ്നൻസി ആൻഡ് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ബട്ട് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഞാൻ പറയാം, നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷൻസ് കോഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കോഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് O വെച്ചിട്ടായിരിക്കും. ഞാൻ മുമ്പേ ഏതാണ് സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഒബ്സ്ട്രറ്റിക് വൂണ്ട് ഇൻഫെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന കേസസിൽ O സീരീസ് ആയിരിക്കും നമ്മൾ പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. പിന്നെ മസ്റ്റ് ആയിട്ടും പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ വീക്സ് ഓഫ് ജെസ്റ്റേഷൻ കോഡ് ചെയ്യണം. ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ടിൽ പ്രഗ്നൻസി, ടിൽ ഡെലിവറി വരെ നമ്മൾ വീക്സ് ഓഫ് ജെസ്റ്റേഷൻ മസ്റ്റ് ആയിട്ടും കോഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് O സീരീസ് ആയിരിക്കും, ഫോളോഡ് ബൈ സെപ്സിസ്, സിവിയർ സെപ്സിസ് എന്താണോ ഉള്ളത് ബേസ്ഡ് ഓൺ ദ സിനാരിയോ. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂ ബോൺ സെപ്സിസ്. ന്യൂ ബോൺ സെപ്സിസിനും ഒബ്സ്ട്രറ്റിക്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ന്യൂ ബോൺ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്തിൽ നമ്മൾ ന്യൂ ബോൺ സെപ്സിസ് കോഡിന്റെ കാറ്റഗറി കോഡ് സ്റ്റാർട്ട് ആവുന്നത് P00 വെച്ചിട്ടാണ്. അപ്പോൾ ഓർത്തോണം, ന്യൂ ബോണിന്റെ ഒരു കേസ് കിട്ടുവാണെങ്കിൽ ടിൽ 28 ഡേയ്സ് ആണ് ന്യൂ ബോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതുവരെയുള്ള കേസസിൽ നമ്മൾ P സീരീസ് ആയിരിക്കും കോഡ് ചെയ്യേണ്ടത്. അത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് ന്യൂ ബോൺ കോഡിംഗ് ഗൈഡ് ലൈൻസ് നമ്മൾ ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് MRSA കണ്ടീഷൻസ്. MRSA കണ്ടീഷൻസ്, MRSA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെഡിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. MRSA, മെഡിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്നാണ് വരുന്നത്. ഇതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ കോഡ്സ് വരുന്നുണ്ട്, അതർ കോഡ്സും MRSA ആൻഡ് MSSA കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കോമ്പിനേഷൻ കോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേഷ്യന്റിന് ഒരു സെപ്സിസ് ഉണ്ട്. ആ സെപ്സിസിന്റെ കൂടെ പേഷ്യന്റിന് MRSA പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോഡ് എടുത്ത് നോക്കി A41.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്സിസ് ഡ്യൂ ടു MRSA എന്നാണ് അതിന്റെ നമുക്ക് ഫുൾ ഫോം കിട്ടുന്നത്. അപ്പൊ നമ്മൾ സെപ്സിസ് സെപ്പറേറ്റും കോഡ് ചെയ്ത് MRSA സെപ്പറേറ്റും കോഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ കോഡ് യൂസ് ചെയ്താൽ മതി. അതിപ്പം ഇതിനൊന്നും മാത്രമല്ല, നിങ്ങൾ ഓർത്തണം, ICD ഉടനീളം പഠിക്കുമ്പോൾ ഓർത്തണം, നമുക്കൊരു കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് എപ്പോഴും കോമ്പിനേഷൻ കോഡിന് കൊടുക്കുക. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കോഡ് ചെയ്യാതിരിക്കുക. അതല്ല, കോംബോ കോഡ് ഇല്ലാത്ത കേസസിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ കോംബോ കോഡ്സ് ഉള്ള കേസ് ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ന്യൂമോണിയ ഡ്യൂ ടു MRSA എന്നൊക്കെ വരുന്ന കേസസിൽ ഇപ്പൊ J15.212 എന്നുള്ള ഒരു കോഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ടാബുലാർ ലിസ്റ്റിൽ പോയിട്ട് തുറന്നു നോക്കുക. J15.212 അതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ന്യൂമോണിയ ഡ്യൂ ടു MRSA, മെഡിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്നാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കോംബോ കോഡ്. ന്യൂമോണിയ, MRSA അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ സിംഗിൾ കോഡിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ അതർ കോഡ്സ്. അതർ കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ വൂണ്ട് ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ റീസൺ MRSA ആണെങ്കിൽ നമ്മളുടെ പ്രൈമറി ഡയഗ്നോസിസ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കും. സെക്കൻഡറി ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ MRSA ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു വൂണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ തന്നെ, ഒബ്സ്ട്രറ്റിക് വൂണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ O കോഡ് പ്രൈമറി കൊടുത്തിട്ട് MRSA നമ്മൾ അതിന്റെ സെക്കൻഡറി കോഡായിട്ടായിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നത്. അതാണ് അതർ കോഡ്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ MRSA ആൻഡ് MSSA കണ്ടീഷൻ. MRSA ആൻഡ് MSSA കണ്ടീഷൻ്റെ മെയിൻ ആയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ കൊളനൈസേഷന്റെ കാര്യമാണ് അതിനകത്ത് വരുന്നത്. കൊളനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി MRSA ആൻഡ് MSSA ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ളതാണ് കൊളനൈസേഷൻ എന്ന് പറയുന്നത്. കൊളനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പിംഗ് അതിനകത്ത് നടക്കുന്നത്, അതായത് അതിന്റെ ഒരു ക്ലസ്റ്റർ ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത്.
നമ്മുടെ ബോഡിയിൽ MRSAയുടെയോ MSSAയുടെയോ സ്വാബ്, MSSA എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിലിൻ സസെപ്റ്റബിൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. MR വരുമ്പോഴത്തേക്കും മെഡിസിലിൻ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ബോഡിയിൽ ഈ സ്വാബ് വിടുമ്പോഴത്തേക്കും, ഇതിന്റെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നെയ്സൽ സ്വാബ് ആണ് യൂസ് ചെയ്യുന്നത്. സ്വാബ് വിടുമ്പോഴത്തേക്കും MRSA പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ we will say that person is having MRSA or MSSA colonization. Okay, that means the patient is affected with MRSA എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ കോഡ് കൊടുക്കും Z22.322. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ടാബുലാർ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക. Z22.322 വരുമ്പോഴത്തേക്കും കാരിയർ ഓർ സസ്പെക്റ്റഡ് MRSA or MSSA എന്നാണ് നിങ്ങൾക്ക് കോഡ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കൊളനൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന 3 കാര്യങ്ങൾ. പിന്നെ കൊളനൈസേഷൻ ആൻഡ് ഇൻഫെക്ഷൻ്റെ അകത്ത് വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറിങ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്യൂറിങ് ഹോസ്പിറ്റൽ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾക്ക് ഇൻഫെക്ഷൻസിന്റെ ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസസിലാണ്, കാരണം MRSA അല്ലെങ്കിൽ MSSA എന്ന് പറയുന്നത് എപ്പോഴും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതായത് നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ പ്രത്യേകിച്ച് ലോങ് സ്റ്റേ അല്ലെങ്കിൽ വെന്റിലേറ്റർ പോലത്തെ ഉള്ള കേസസിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ MRSA മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കും. കൊളനൈസേഷൻ ഉണ്ടോ എന്നറിയാം. ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറയുന്ന കേസസിൽ നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനീഷ്യലി പറഞ്ഞ റെസിസ്റ്റൻസ് കോഡ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇതാണ് MRSA ആൻഡ് MSSA. ഇതിനകത്തൊരു ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിക്ക വൈറസ് ഇൻഫെക്ഷൻ ആണ്. സിക്ക വൈറസ് ഇൻഫെക്ഷൻ്റെ അകത്ത് നമ്മൾ HIV-യുടെ ഗൈഡ് ലൈൻ പഠിക്കുന്ന പോലെ തന്നെയാണ്. കൺഫേംഡ് കോഡ് ആണെങ്കിൽ മാത്രമേ, അതായത് കൺഫേംഡ് ഡയഗ്നോസിസ് ആണെങ്കിൽ മാത്രമേ നമ്മളിത് കോഡ് ചെയ്യത്തുള്ളൂ. അതിന്റെ കോഡ് സീരീസ് വരുന്നത് A92.5 ആണ് സിക്ക വൈറസിന്റെ ഒരു കോഡ് സീരീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെപ്സിസ്, സിവിയർ സെപ്സിസിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുവാണ്. HIV ആൻഡ് സെപ്സിസ്. ഫുൾ ഇന്നൊരു സെപ്സിസ് മയമായില്ല. അപ്പൊ എനിക്ക് തന്നെ ഫുൾ ഇപ്പൊ ഒരു സെപ്സിസ് മയമായിട്ടുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഗൈഡ് ലൈൻസ് ഇത്രയും നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഓക്കെ, ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് റീസൺ ഫോർ എൻകൗണ്ടർ എന്താണോ അതായിരിക്കും നമ്മുടെ പ്രൈമറി ഡയഗ്നോസിസ് എപ്പോഴും നമുക്ക് വരുന്നത്. ആ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. സെപ്സിസ് എന്താണ്, സിവിയർ സെപ്സിസ് എന്താണ്, സെപ്റ്റിക് ഷോക്ക് എന്താണ്, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാനായിട്ട് വിട്ടുപോകരുത്. ചില സമയത്ത് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളോട് ഇതൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിലും ഞങ്ങൾക്ക് മെയിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ വാട്സാപ്പിൽ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പം ഓപ്പൺ ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോഡിംഗ് വിത്ത് മെലിസന്റ് മോംസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിലും ആഡ് ആവാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം melisentmoms08@gmail.com നിങ്ങളുടെ ക്വയറീസ് ഇടുക. നിങ്ങളുടെ കമന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇത് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന് HIV-യുടെയും സെപ്സിസിന്റെയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കല്ലേ. അത് ചെയ്യുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു തരും എങ്ങനെയാണെന്ന്. ഒന്നിനും ഞാനോ വിദ്യ ആരെങ്കിലും ഒരാളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് രണ്ട് HIV സെപ്സിസും ഗൈഡ് ലൈൻസ് തറോ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ICD CPT എക്സാം പാസ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു അതിലാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ കാണാതെ പഠിച്ചിട്ട് കാര്യങ്ങളില്ല. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.